ഒരു കുടുംബത്തിന്റെ യഥാർത്ഥ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എന്താണ്? എങ്ങനെയായിരിക്കണം? ഇതിനെക്കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇന്ന് സംസാരിക്കും. ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അസുഖം വന്നാൽ അത് മെഡിക്കൽ ബില്ലിനെ മാത്രമല്ല ബാധിക്കുന്നത്. 4 കാര്യങ്ങളെ കൂടിയാണ് അത് ബാധിക്കുക. 1 ഹോസ്പിറ്റൽ എക്സ്പെൻസ്, 2 ഇൻകം ലോസ്, 3 റെഗുലർ ഫാമിലി എക്സ്പെൻസസ്, 4 ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഗോൾസ്. ഈ 4 കാര്യങ്ങളെ കൂടെ അത് ബാധിക്കും. ഇതിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രധാനമായും ആദ്യത്തെ കാര്യത്തെ മറികടക്കാനാണ് സഹായിക്കുക. പക്ഷെ ബാക്കിയുള്ള 3 അവിടെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ പ്രാധാന്യം വരുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് എത്ര കവർ ഉണ്ടെന്ന് മാത്രം നോക്കരുത്. പലരും എന്നോട് പറയാറുണ്ട് 10 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട്. ഞാൻ ചോദിക്കും, പക്ഷേ പോളിസിയിൽ എന്തെല്ലാം കണ്ടീഷൻ ഉണ്ടെന്ന് അറിയാമോ? അവിടെ പലർക്കും ഉത്തരമില്ല. പലരും പോളിസി വാങ്ങുമ്പോൾ നോക്കുന്നത് പ്രീമിയം മാത്രമാണ്. വളരെ കുറഞ്ഞ പ്രീമിയം ആണോ എന്നുമാണ്. റൂം റെന്റിന് ലിമിറ്റേഷൻ ഉണ്ടോ? കോ പേയ്മെന്റ് ഉണ്ടോ? പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എങ്ങനെ കവർ ചെയ്യും? വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ? സബ് ലിമിറ്റ് ഉണ്ടോ? റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ക്യാഷ്ലെസ് ഹോസ്പിറ്റലുകൾ ഏതെല്ലാമാണ്? ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രീമിയം മാത്രം നോക്കിയത് കൊണ്ട് കാര്യമില്ല. 10 ലക്ഷം എന്ന് പോളിസിയിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് മാത്രമായില്ല. ആ 10 ലക്ഷം എപ്പോൾ എവിടെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 2 എമർജൻസി ഫണ്ട് സംരക്ഷണം. രണ്ടാമത്തെ സംരക്ഷണം എന്ന് പറയുന്നത് എമർജൻസി ഫണ്ടാണ്. ഒരു കുടുംബത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ എമർജൻസി ഫണ്ട് അത് മസ്റ്റ് ആണ്. ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ ഹോസ്പിറ്റൽ ബില്ല് മാത്രമല്ലല്ലോ ആവശ്യം. ചിലപ്പോൾ അഡ്വാൻസ് പേയ്മെന്റ് വേണ്ടി വരും. ഹോസ്പിറ്റലിലേക്കും തിരിച്ചുമൊക്കെയുള്ള മറ്റുള്ളവരുടെ യാത്രകൾ, ട്രാവലിംഗ് എക്സ്പെൻസ്, അറ്റൻഡറിന്റെ എക്സ്പെൻസ്, അതുപോലെ മെഡിസിന്റെ എക്സ്പെൻസ്, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോരുമ്പോഴും നമുക്ക് മെഡിസിൻ ആവശ്യമായിരിക്കും അല്ലേ? അപ്പൊ അതിനുള്ള എക്സ്പെൻസ്, പിന്നെ കുറച്ചു കാലത്തേക്ക് ചിലപ്പോൾ ജോലിക്ക് പോകാൻ സാധിച്ചില്ലെന്നും വരാം. ആ സമയങ്ങളിൽ നമ്മളും നമ്മളുടെ ട്രീറ്റ്മെന്റും നടക്കണം, കുടുംബത്തിലെ ചെലവുകൾ നടക്കണം വേണ്ടി. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എല്ലാം വിറ്റൊഴിയേണ്ട ഒരു സാഹചര്യം വരരുത്. ഗോൾഡ് പണയം വെക്കേണ്ട സാഹചര്യം വരരുത്. ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം കൂട്ടേണ്ടി വരരുത്. അതിനു വേണ്ടിയാണ് എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നിങ്ങളുടെ ഓരോ മാസത്തെയും ചെലവിനെ അനുസരിച്ച് ഒരു തുക ഒരു 6 മാസത്തേക്കോ 9 മാസത്തേക്കോ എല്ലാം നമ്മൾ കീപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ഉണ്ടാക്കാനുള്ള പണമല്ല, മറിച്ച് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള സമയത്തെ വാങ്ങാനുള്ള പണമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കാനും അവിടെ ഉപയോഗിക്കാനും വേണ്ടിയുള്ളതാണ് എമർജൻസി ഫണ്ട്. 3ാമത്തെ പ്രൊട്ടക്ഷൻ ഇൻകം പ്രൊട്ടക്ഷൻ. ഇത് പലരും ചിന്തിക്കാറില്ല. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണ്? വീട്, വാഹനങ്ങൾ, ഗോൾഡ്, FD ഇതൊന്നുമല്ല. ജോലി ചെയ്യുന്ന കാലത്ത് നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി, അതാണ് ഏറ്റവും വലിയ അസറ്റ്. ഒരാൾ മാസം 1 ലക്ഷം രൂപ ഇൻകം നേടുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഒരു 15 വർഷത്തേക്ക് അദ്ദേഹം ജോലി ചെയ്താൽ ആ വരുമാന ശേഷിയുടെ വാല്യൂ അത് എത്ര വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് കുടുംബത്തിലെ ഏറ്റവും പ്രമുഖമായ വരുമാനക്കാരന് ലൈഫ് കവർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അപകടം മൂലം ജോലി ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രൊട്ടക്ഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഞാൻ മരിച്ചാൽ എന്താകും എന്ന് ചിന്തിക്കുന്നതല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വരുമാനം നിലച്ചാൽ എന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്നതാണ്. 4ാമത്തെ കാര്യം റിട്ടയർമെന്റ് കോർപ്പസ്. ഇതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് 30 വർഷം ജോലി ചെയ്ത് PF ഉണ്ടാക്കി, സേവിങ്സ് ഉണ്ടാക്കി, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കി 60 വയസ്സാവുമ്പോൾ ഒരു വലിയ മെഡിക്കൽ എമർജൻസി വന്നു. ഹെൽത്ത് ഇൻഷുറൻസ് ഇൻവാഡിക്കേറ്റ് ആയാൽ അല്ലെങ്കിൽ പാകത്തിനുള്ളതല്ല എങ്കിൽ എന്താകും സ്ഥിതി? ആദ്യം കൈവയ്ക്കുന്നത് എവിടെയായിരിക്കും? റിട്ടയർമെന്റ് ഫണ്ടിൽ തന്നെ. അപ്പോൾ ഒരസുഖം ഹോസ്പിറ്റൽ ബില്ല് മാത്രമല്ല ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ ഭാവിയിലെ റിട്ടയർമെന്റ് ഇൻകം പോലും അത് എടുത്തുകൊണ്ട് പോയേക്കും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ പുറത്തുള്ള കാര്യമല്ല. അത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്, അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്.
അത് റിട്ടയർമെന്റ് പ്രൊട്ടക്ഷന്റെ ഭാഗമാണ്. ഒരു ചെറിയ സെൽഫ് ചെക്ക് നടത്താം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുക്കുക. 4 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഹെൽത്ത് ഇൻഷുറൻസ് എത്ര കവറേജ് ഉണ്ട്? എമർജൻസി ഫണ്ട് എത്ര മാസത്തെ ചെലവിനുള്ളതുണ്ട്? ലൈഫ് ആൻഡ് ഇൻകം പ്രൊട്ടക്ഷൻ, കുടുംബത്തിന്റെ വരുമാനം നിലയ്ക്കുകയാണെങ്കിൽ എന്താണ് പ്ലാൻ? റിട്ടയർമെന്റ് ഫണ്ട്, മെഡിക്കൽ എമർജൻസി വന്നാലും അതിനെ തൊടാതെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഈ 4-ൽ ഏതെങ്കിലും ഒന്നിൽ അറിയില്ല എന്നതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് ഇൻഷുറൻസ് കമ്പനികളെ കുറ്റപ്പെടുത്തുക എളുപ്പമാണ്. ക്ലെയിം മുഴുവൻ കിട്ടിയില്ല, ഇത് കവർ ചെയ്തില്ല, അത് കിട്ടിയില്ല. തീർച്ചയായും ക്ലെയിം സമയത്ത് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കണം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തവും കൂടെ ഉണ്ട്. ഒരു പോളിസി വാങ്ങുന്നതിന് മുമ്പ് ശരിയായ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പോളിസി ഡോക്യുമെന്റ് കറക്റ്റായിട്ട് നമ്മൾ പരിശോധിക്കണം. മതിയായ കവറേജ് നമ്മൾ തിരഞ്ഞെടുക്കണം. കാലാകാലങ്ങളിൽ റിവ്യൂ ചെയ്യണം. കാരണം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഫയലിൽ സൂക്ഷിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ജീവിച്ചിരിക്കുന്ന ഒരു ഇൻകം ടൂൾ ആണത്. ഈ വീഡിയോയുടെയൊക്കെ തുടക്കത്തിൽ 2 എപ്പിസോഡിന് മുന്നേ ഞാൻ ഒരു രാജേഷിന്റെ കഥയിലാണ് തുടങ്ങിയത്. അതിലേക്ക് നമുക്ക് വീണ്ടും വരാം. രാജേഷ് ഹോസ്പിറ്റലിൽ നിന്നും ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശ്വാസം? എന്റെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു, അതല്ലേ? പക്ഷെ അതിനു പകരം ഇനി കുടുംബത്തിലെ ചിലവ് എങ്ങനെ നടക്കും? കുട്ടികളുടെ ഫീസ് എങ്ങനെ അടയ്ക്കും? EMI എങ്ങനെ അടയ്ക്കും? ഈ കടമൊക്കെ എങ്ങനെ വീട്ടേണ്ടി വരും? ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടി വരുന്നതെങ്കിൽ മനസ്സ് റിക്കവറി ആവുമോ? ശരീരം റിക്കവർ ചെയ്താലും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു നല്ല ഫിനാൻഷ്യൽ പ്ലാനിങ് അത് അസുഖം വരാതെ തടയില്ലായിരിക്കാം, പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ കുടുംബത്തിന് തകർന്നു പോകാതെ കൈത്താങ്ങാകാൻ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ടും എടുക്കൂ. പോളിസി ഡോക്യുമെന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കൂ. അത്യാവശ്യത്തിനുള്ള കവറേജ് തിരഞ്ഞെടുക്കൂ. പക്ഷേ അവിടെ മാത്രം നിർത്തരുത്. ഒരു എമർജൻസി ഫണ്ട് അത് തീർച്ചയായിട്ടും കീപ്പ് ചെയ്യണം. ഇൻകം പ്രൊട്ടക്ഷൻ പരിശോധിക്കൂ. ഹോസ്പിറ്റൽ ബില്ല് മാത്രം കവർ ചെയ്താൽ പോരാ, നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷൻ കൂടി ഉറപ്പാക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കാം, എന്റെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കറക്റ്റ് ആണോ എന്ന്. ഗസ് ചെയ്യേണ്ട കാര്യമില്ല. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന എന്റെ സ്വന്തം ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കറക്റ്റ് ആണോ, ഫിനാൻഷ്യൽ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, മറിച്ച് ഫിനാൻഷ്യൽ ക്ലാരിറ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യൂ. അടുത്ത ഫിനാൻഷ്യൽ ക്ലാരിറ്റി വീഡിയോയിൽ വീണ്ടും കാണാം.